അച്ഛൻ അങ്ങോട്ട് വരാം. മോളെ വന്ന് കാണാം. മോള് പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുവരാം. ആ ആ മോള് ചാച്ചിക്കോ. ഓ ഞാൻ എന്തിനാ സംസാരിക്കുന്നേ? മോളോട് സംസാരിക്കാനാ അച്ഛൻ വിളിച്ചേ. മോള് സംസാരിച്ചല്ലോ, അത് മതി. ധ്വനിമോളെ തിരിച്ചു കിട്ടിയിട്ടും താൻ ഇപ്പോഴും ആലോചിക്കുന്നത് എന്താ? ആ ഡയറി ആണോ? അതെ, അതിലെന്താണെന്ന് അറിയണം കിരൺ. മെയിനോൻ പോലും അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ എന്തിനെയോ ഭയപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അമ്മയും പൂർണ്ണിമ ചേച്ചിയുടെ അച്ഛനും കൂടി മേനോനെ ജയിലിലാക്കാൻ പാകത്തിനുള്ള എന്തോ തെളിവുകൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അതിന്റെ അവസാന ഘട്ടത്തിൽ നമുക്കറിയാത്ത എന്തൊക്കെയോ സംഭവിച്ച് കാര്യങ്ങൾ കൈവിട്ടുപോയി. അങ്ങനെയാവും മേനോൻ അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. അതുവരെ അവര് ശേഖരിച്ച തെളിവുകൾ കൈക്കലാക്കാൻ മേനോൻ അന്ന് ശ്രമിച്ചിട്ടുണ്ടാവാം. അതില് പലതും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി മേനോൻ ഇത്രയും നാളും സമാധാനത്തോടെ ഇരുന്നു. ഇപ്പോ ആ തെളിവുകള് ഡയറിയിലും ഫയലിലും ഒക്കെ ഉണ്ടെന്ന് അയാൾക്ക് തോന്നണമെങ്കിൽ ഒരുപക്ഷെ അന്ന് അയാൾക്ക് കിട്ടിയത് തെളിവുകളുടെ ചില ഭാഗങ്ങൾ മാത്രമായിരിക്കാം. അല്ലെങ്കിൽ അമ്മയ്ക്കും അങ്കിളിനും എന്തോ ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ആ തോന്നല് മേനോനും ഉണ്ടായിട്ടുണ്ടാവണം. അതിന് സാധ്യതയുണ്ട്. മേനോനെ കുറിച്ച് അവരെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് കിട്ടിയ തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കുക സ്വാഭാവികമാണ്. നമ്മളായാലും അങ്ങനെയല്ലേ ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ആ ഡയറിയിൽ എന്താണെന്ന് നമുക്കറിയണം. പൂർണ്ണിമ ചേച്ചിയോട് ചോദിച്ചിട്ട് അതെടുക്കാൻ പറ്റില്ല. അവസരം നോക്കി ആർക്കും സംശയം തോന്നാതെ നമുക്കതെടുക്കണം. എടുത്തതുകൊണ്ട് മാത്രമായില്ല, അതിന്റെ നമ്പർ ലോക്ക് തുറക്കണം. അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും തുറക്കാം. എങ്കിൽ നമുക്ക് ഡയറി എടുക്കാൻ വഴി നോക്കാം.